നമസ്കാരം. പ്രൊഫസർ രവിചന്ദ്ര സാറ് ധാരാളം വീഡിയോസ് ചെയ്യുകയും ഷോർട്സ് ചെയ്യുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. കേരളത്തിൽ ധാരാളമായി ശ്രോതാക്കളുള്ള, പ്രേക്ഷകരുള്ള, ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിത്വമാണ്. ആ നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പല കാര്യങ്ങളും അസത്യങ്ങളോ അർത്ഥസത്യങ്ങളോ കള്ളമോ അജ്ഞതയോ ഒക്കെ പറയാറുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു ഷോർട്ട് വീഡിയോസ്, 3 മിനിറ്റുള്ള ഒരു വീഡിയോസിൽ ഒരു മുസ്ലിം പണ്ഡിതനെ കൂടെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ പ്രൊഫസർ രവിചന്ദ്രൻ പറയുകയാണ്, ബുർജ് ഖലീഫ പണിതത് ഖുറാനോ നബി തിരുമേനിയോ ഒന്നും പറഞ്ഞതനുസരിച്ചൊന്നുമല്ല, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താലാണ്, അതിൽ മതത്തിലും ആത്മീയതയ്ക്കൊന്നും ഒരു പങ്കുമില്ല എന്നൊരു രീതിയിൽ പറയുന്നു. പ്രൊഫസർ രവിചന്ദ്രനെ കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം, അഭിപ്രായം, അദ്ദേഹത്തിനൊരു പ്രതിപക്ഷ ബഹുമാനമില്ല, ഒരാദരവില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അദ്ദേഹം നിഷേധ രൂപത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഭാഷ, അഭിനയ ചാതുരി, ഇതെല്ലാം ഒരു നിഷേധ രൂപത്തിലാണ്. മറ്റൊരാളിനൊന്നും അറിയത്തില്ല, അവരെല്ലാം വിവരദോഷികളാണ്, ഞാൻ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അനന്ത സാധ്യത തേടിയ വലിയ മഹാനാണ്, വലിയ പാണ്ഡിത്യമുള്ള ആളാണ് എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രയോഗിക്കുന്ന ഭാഷയൊക്കെ വളരെ പരമപുച്ഛമാണ്. മക്കയിലെ കാര്യമൊക്കെ പറയുമ്പോൾ കല്ല് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. കല്ലിൽ എറിയുന്നില്ലേ, കല്ലെടുത്തെറിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ, ആ ഭാഷ കേട്ടാൽ വളരെ നിഷേധ ഭാഷയാണ്. ഞാൻ ബുർജ് ഖലീഫയിലേക്ക് വരാം. ബുർജ് ഖലീഫ പണിതത് ഞാനും പോയി കണ്ടിരുന്നു. ബുർജ് ഖലീഫ പണി പൂർത്തിയതിനു ശേഷം ഞാനും പോയി കണ്ടിരുന്നു. ലോകങ്ങളുടെ ഒരു അത്ഭുതമാണ്, വിസ്മയമാണ്. പക്ഷേ ആ ബുർജ് ഖലീഫ പണിതപ്പോൾ തീർച്ചയായും അത് പണിതത് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ ഉപയോഗിച്ചാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷേ ആ ബുർജ് ഖലീഫ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ കല്ല് വയ്ക്കുന്ന സമയത്ത് ഹിന്ദുവാണ് ആ കല്ല് വെച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഗണപതി പൂജയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. ചിലപ്പോൾ ഗണപതി ഹോമം വരെ നടത്തിയിരിക്കും. ഇനി മുസ്ലിമാണ് ചെയ്തതെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണെങ്കിൽ തീർച്ചയായും രാവിലെ നിസ്കരിച്ചിട്ടായിരിക്കും അത് തുടങ്ങിയത്. ഒരു അപകടം വരരുതേ എന്ന്. ബുർജ് ഖലീഫയുടെ ഓണറായിട്ടുള്ള അറബി രാജാവ് വലിയ വിശ്വാസിയാണ്. ബുർജ് ഖലീഫയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലാതെ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ വലിയ വിശ്വാസികളാണ്. എന്തിന് ബുർജ് ഖലീഫയെക്കുറിച്ച് പറയുന്നു? ഈ യുക്തിവാദം പറയുന്ന, നിരീശ്വരവാദം പറയുന്ന, എല്ലാം ശാസ്ത്രത്തിൻ്റെ ടെമ്പർ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ യുക്തിവാദികൾ ഒരു മുട്ട സൂചി പോലും കണ്ടുപിടിച്ചിട്ടില്ല. പശുവിന് കൊടുക്കുന്ന കുറച്ച് പുണ്ണാക്ക് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ 2 എൻഡിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മനുഷ്യനുള്ളതും കണ്ടുപിടിച്ചിട്ടില്ല, മൃഗങ്ങൾക്കുള്ളതും കണ്ടുപിടിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ടുപിടിച്ചത് വിശ്വാസികളാണ്. അത് അമ്പല വിശ്വാസികളാണ്, പള്ളി വിശ്വാസികളാണ്. ISRO ഉപഗ്രഹങ്ങളും റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പേ അതിന് ചെറിയ പതിപ്പുണ്ടാക്കി അവിടുത്തെ ISRO ചെയർമാനോ അല്ലെങ്കിൽ ചെയർമാന് സമയക്കുറവുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളോ തീർച്ചയായും തിരുപ്പതിയിലും മൂകാംബികയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പ്രതിഷ്ഠിക്കും, എന്നിട്ട് പൂജിക്കും. ഈ റോക്കറ്റിനൊന്നും സംഭവിക്കരുതേ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന ഫലം തരണേ, ഈ ഉപഗ്രഹം വിക്ഷേപിച്ചാൽ ഗുണം വരണേ എന്ന്. വീട് വയ്ക്കുമ്പോൾ അങ്ങനെ, കടകൾ തുടങ്ങുമ്പോൾ അങ്ങനെ, കാർ വാങ്ങുമ്പോൾ അങ്ങനെ, ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെ, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും പലരും സ്ഥാപനങ്ങൾ തുറക്കുന്നത്. അടയ്ക്കുന്ന സമയത്ത് തിരികൊളുത്തും പ്രാർത്ഥിക്കും. ഭൗതികമായി കെട്ടിടങ്ങൾ വച്ചിരിക്കും പോലെ തന്നെ, സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്ന പോലെ തന്നെ, വസ്തുവകകൾ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ തന്നെ, കണ്ടുപിടിച്ചിരിക്കുന്ന പോലെ തന്നെ ആത്മീയമായ വലിയ ചടങ്ങുകളും ചിന്തകളും കൂടിക്കൊണ്ടാണ് മനുഷ്യൻ ഇതിനെ നിലനിർത്തുന്നത്. അപകടമുണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുക, അതിന് ചിലപ്പോൾ പൂജകൾ ചെയ്യുക,
അതിനാവശ്യമായ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനുബന്ധ ഘടകങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഭൗതിക കാര്യങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളായിരിക്കും എല്ലാ വ്യക്തികളും ചെയ്യുന്നത്. ലോകത്തിലെ സകല വ്യക്തിത്വങ്ങളെയും എടുത്താൽ 99.9999% വിശ്വാസികളാണ്. യുക്തിവാദികൾ വളരെ കുറവാണ്. ആ വിശ്വാസി സമൂഹം തന്നെയാണ്, അത് ശാസ്ത്രജ്ഞനായാലും ഡോക്ടറായാലും എഞ്ചിനീയറായാലും സാങ്കേതിക വിദഗ്ധരായാലും അവരെല്ലാം വിശ്വാസികളാണ്. അവരോരോ പ്രവൃത്തിക്ക് മുമ്പും ദൈവമേ ഈ പ്രവൃത്തി നന്നാകണമേ, ഇത് ഗുണകരമായി വരണേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഡോക്ടർ, ബന്ധുമിത്രാദികൾ ക്രിട്ടിക്കലാണോ ഡോക്ടറെ, എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കാര്യം ചെയ്യാം, ബാക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണേ, ദൈവം കൂടി വിചാരിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ, അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. താൻ കൊടുക്കുന്ന മരുന്ന് ഫലിക്കണമേ, തൻ്റെ ഓപ്പറേഷൻ വിജയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരുവിധപ്പെട്ട പ്രധാന ഹോസ്പിറ്റലുകളിലൊക്കെ ഗണപതിയുടെയോ അനുബന്ധമായ മറ്റ് ദേവതകളുടെയോ വിഗ്രഹങ്ങൾ വച്ചിട്ടുണ്ട്, പൂജകളുണ്ട്, ശാസ്ത്ര സ്ഥാപനങ്ങളിലുണ്ട്. വിശ്വാസി സമൂഹം എവിടെയെല്ലാം ഉണ്ട്, അവിടെയെല്ലാം ഇതുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതല്ല ബുർജ് ഖലീഫ പണിതതും. ബുർജ് ഖലീഫ നിലനിൽക്കണമേ എന്ന് അറബി രാജാവായാലും ദുബായിലെ രാജാവായാലും അവരുടെ കുടുംബമായാലും സമൂഹത്തിലെ മറ്റുള്ളവരായാലും അവിടെ ജോലി ചെയ്തവരും ഇപ്പോൾ ചെയ്യുന്നവരും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം കൂടി കൊണ്ടാണ് മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രൊഫസർ രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ മറുപടി പറയുമ്പോൾ 4ാം ക്ലാസ്സിലെ പിള്ളേർ മറുപടി പറയും പോലെ പറയരുത്. നിങ്ങൾക്ക് ആത്മീയത എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ദൈവവിശ്വാസവും വിഗ്രഹവും വിഗ്രഹാരാധനയും അതിലെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മാത്രമേ അറിയുള്ളൂ. പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പ്യുവർ നോൺ വെജ് എന്ന് പറയുന്ന പോലെ, പ്യുവർ നോൺ വെജ് എന്നങ്ങനെ പറയാറില്ല, പ്യുവർ വെജിറ്റേറിയൻ എന്നൊക്കെ പറയുന്ന പോലെ ആത്മീയത എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഒട്ടും അറിയില്ല. നിങ്ങളും ഞാനും ദൈവമാണെന്നും സകല ചരാചരങ്ങളും ഈശ്വരനാണെന്ന് പറയുന്ന വളരെ മഹത്തായ ഒരു സിദ്ധാന്തമുള്ള രാജ്യത്ത് നിന്നാണ് നിങ്ങൾ ഈ വർത്തമാനമൊക്കെ പറയുന്നത്. താങ്കളും അതിൻ്റെ സന്തതിയാണ്. താങ്കളും ദൈവമാണ്, ഞാനും ദൈവമാണ്, സകലവരും ദൈവമാണ്. ജീവനുള്ളതും ജീവജല ഇല്ലാത്തതുമായ എല്ലാം ദൈവമാണ്. ഈശ്വരാംശമല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന, സകലതും ഈശ്വരനാണെന്ന് കണക്കാക്കുന്ന വലിയൊരു തത്വസംഹിതയുടെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള നമ്മൾ ഒരുപാട് വിവരക്കേടുകളാണ് താങ്കൾ പറയുന്നത്. എന്താണ് താങ്കൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? മുന്നിൽ വന്നിരിക്കുന്നവരുടെ കയ്യടിയാണോ, അതോ ഇതൊരു തൊഴിലിൻ്റെ ഭാഗമായി അങ്ങ് ചെയ്തു പോകുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് താങ്കൾ ആത്മീയതയെ വിലയിരുത്തുമ്പോൾ അത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിറകെ നടന്ന അതാണ് ആത്മീയത എന്ന് പ്രചരിപ്പിച്ച് ആ ആത്മീയതയിൽ കുഴപ്പമുണ്ടെന്ന് പറയാൻ, ഏച്ചു വച്ചാൽ മുഴച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ, ഒന്നിച്ചു വച്ചാൽ മുഴച്ചു നിൽക്കുന്ന ഉദാഹരണങ്ങൾ പറയരുത്. തീർച്ചയായും അങ്ങ് കുറേ കൂടി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രതികരിക്കുക. അതുണ്ടായില്ലെങ്കിൽ വലിയ മോശമായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. നല്ല സന്ദേശം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മോശ സന്ദേശം ഒരു സമൂഹത്തിന് കൊടുത്താൽ അവർ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. താങ്കളൊരു പ്രൊഫസറാണ്, വാക്ചാതുര്യമുള്ള ആളാണ്, കുറേ വായിക്കുന്ന ആളാണ്, കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നല്ല പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് മുമ്പ് ഇരിക്കുന്ന ആളുകളെ മണ്ടന്മാരാക്കി പ്രവർത്തിക്കരുത്. നമ്മുടെ ചിന്താശക്തിയെ, മേധാശക്തിയെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ബുർജ് ഖലീഫയുടെ ഉദാഹരണവും താങ്കൾ ഇതുപോലെ ഓരോ പല കാര്യങ്ങൾക്കും പറയുന്ന ഉദാഹരണങ്ങളും ഒന്നുകിൽ അർത്ഥജടിലം അല്ലെങ്കിൽ അബദ്ധജടിലം
അല്ലെങ്കിൽ അബദ്ധ പഞ്ചാംഗമാണ് എന്ന് താങ്കൾ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുന്നു.